linear control system. Linear control system 2019 scheme, module 2. Okay, module 2. So module 2 basics ആയിട്ട് സിഗ്നൽസ്, എലമെൻ്ററി സിഗ്നൽസ് എന്താണെന്ന് അറിയണം. ഓക്കെ, മെയിൻലി ഇവിടെ നമുക്ക് വേണ്ടി വരുന്ന 4 എലമെൻ്ററി സിഗ്നൽസാണ്. ഓക്കെ, 4 എലമെൻ്ററി സിഗ്നൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ആ 4 എലമെൻ്ററി സിഗ്നൽസും എന്താണെന്നുള്ളത് അറിയണം. ഓക്കെ, യെസ്. സോ ഫസ്റ്റ് വൺ, യൂണിറ്റ് ഇമ്പൾസ്, യൂണിറ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് വൺ, യൂണിറ്റ് സ്റ്റെപ്പ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് യു ഓഫ് ടി. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ എത്ര? ദിസ് ഈസ് യൂണിറ്റ് സ്റ്റെപ്പ്. എക്സ് ആക്സിസിലെ ടിയും വൈ ആക്സിസിൽ യു ഓഫ് ടിയും. ഓക്കെ, എക്സ് ആക്സിസിലെ ടിയും വൈ ആക്സിസിൽ യു ഓഫ് ടിയും. ഓക്കെ, 2 റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഒന്ന് ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. സെക്കൻഡ് വൺ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ. ഫസ്റ്റ് വൺ ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ, സെക്കൻഡ് വൺ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ. ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷനിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യു ഓഫ് ടി. കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ, അതായത് നമ്മളിവിടെ എടുക്കുന്ന ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് വി ഗെറ്റ് യു ഓഫ് ടിക്ക് 1/s എന്നായിരിക്കും വരുന്നത്. ഓക്കെ, 1/s. ദിസ് ഈസ് ടൈം ഡൊമൈൻ ആൻഡ് ദിസ് ഈസ് ഫ്രീക്വൻസി ഡൊമൈൻ. ഫസ്റ്റ് സിഗ്നൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഓക്കെ, second one unit ramp. ഓക്കെ, ഇത് യൂണിറ്റ് സ്റ്റെപ്പിന് പകരം ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. മാഗ്നിറ്റ്യൂഡ് എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, യൂണിറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 1 ആയിരിക്കും. ദിസ് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിറ്റ് സ്റ്റെപ്പ് ആൻഡ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇത് എ ആയിട്ട് എടുത്തു. ടൈം ഡൊമൈനിലെ ടിയും ഇവിടെ ജസ്റ്റ് ഇവിടെ യു ഓഫ് ടി എന്ന് തന്നെ ഞാൻ കൊടുക്കുവാണ്. യു ഓഫ് ടി 1/s. സെക്കൻഡ് സിഗ്നൽ യൂണിറ്റ് റാമ്പ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? യൂണിറ്റ് റാമ്പ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെ? ഇവിടെ ടി, വൈ ആക്സിസിൽ ആർ ഓഫ് ടി. ഓക്കെ, ഇത് മീൻ ചെയ്യുന്നത് ഇത്രയാണ്. എക്സ് ആക്സിസിലെ വാല്യൂ 1 ആണെങ്കിൽ കറസ്പോണ്ടിങ് വൈ ആക്സിസിലും 1 ആയിരിക്കും. ഇത് 2 ആണെങ്കിൽ ഇവിടെയും 2 ആണ്. 3 ആണെങ്കിൽ 3 ആയിരിക്കും. ഫൈനലി ടി ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടും അതനുസരിച്ച് എന്തായിരിക്കും? ടി ആയിരിക്കും. സോ യൂണിറ്റ് റാമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആർ ഓഫ് ടി. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 1/s². അതായത് ഫ്രീക്വൻസി ഡൊമൈനിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 1/s². ഓക്കെ, യൂണിറ്റ് റാമ്പ്. ഓക്കെ, റാമ്പ് ആണെങ്കിൽ ജനറലി ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. യൂണിറ്റ് റാമ്പ് ആണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ എഴുതുന്നത് യൂണിറ്റ് സ്റ്റെപ്പിന് ഞാൻ നോട്ട് ചെയ്തില്ലല്ലോ. യൂണിറ്റ് സ്റ്റെപ്പിന് നമ്മൾ എഴുതുന്നത് യു ഓഫ് ടി ഈക്വൽ ടു 1 അല്ലെങ്കിൽ എ എന്നെടുക്കാം. എ ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0 ഫോർ ടി ലെസ് ദാൻ 0. സോ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. സെക്കൻഡ് വൺ യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ. യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആർ ഓഫ് ടി. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ആർ ഓഫ് ടി എന്ന് പറയുന്നത് 1/s². ഓക്കെ, തേർഡ് വൺ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എക്സ് ആക്സിസിലെ ടിയും ഡെൽ ഓഫ് ടി. ഓക്കെ, കണ്ടീഷൻ ഇതാണ്. ഡെൽ ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ ടി ഈക്വൽ ടു 0, ഡെൽ ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടി നോട്ട് ഈക്വൽ ടു 0. ഇതാണ് കണ്ടീഷൻ. യൂണിറ്റ് റാമ്പ് എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് റാമ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആർ ഓഫ് ടി ഈക്വൽ ടു എ ഇൻറ്റു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0 ഫോർ ടി ലെസ് ദാൻ 0. ടിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ വാല്യൂ 0യും ടിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ ആർ ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എ ഇൻറ്റു ടിയും. ഓക്കെ, അതേപോലെ ഡെൽ ഓഫ് ടി. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ, യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. ഓക്കെ, 3 ഇനി യൂണിറ്റ് ഇമ്പൾസ് എടുക്കുവാണെങ്കിൽ, അതായത് ഡെൽ ഓഫ് ടി എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ യു ഓഫ് ടിക്ക് 1/s, രണ്ടാമത്തേത് ആർ ഓഫ് ടിക്ക് 1/s², ഡെൽ ഓഫ് ടിക്ക് 1. ഓക്കെ, നാലാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് പാരബോളിക് ഫംഗ്ഷൻ. യൂണിറ്റ് പാരബോളിക് ഫംഗ്ഷൻ.
അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പി ഓഫ് ടി. യൂണിറ്റ് പാരബോളിക് ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് പി ഓഫ് ടി. ഓക്കെ. ഇനി അതുപോലെ യൂണിറ്റ് റാമ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂണിറ്റ് റാമ്പാണെങ്കിൽ ജനറലി എ ഇൻറ്റു ടി എന്ന് റെപ്രസെൻ്റ് ചെയ്തു. യൂണിറ്റ് റാമ്പാണെങ്കിൽ അത് ഇവിടെയും യൂണിറ്റ് സ്റ്റെപ്പാണെന്നുണ്ടെങ്കിൽ യു ഓഫ് ടി ഈക്വൽ ടു 1 for t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0 for t ലെസ് ദാൻ 0. ഇതാണ് കണ്ടീഷൻ യൂണിറ്റ് സ്റ്റെപ്പിന്. എക്ക് പകരം 1 ആയിരിക്കും വരുന്നത്. അതേപോലെ യൂണിറ്റ് റാമ്പ് എടുക്കുന്നു, ആർ എഫ് ടി ഈക്വൽ ടു എ ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, 0 for t ലെസ് ദാൻ 0. ഇതേത് യൂണിറ്റ് റാമ്പാണെന്നുണ്ടെങ്കിൽ എക്ക് 1 കൊടുക്കുക, സോ ഈക്വൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0 for t ലെസ് ദാൻ 0. ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും. ഫോർത്ത് വൺ യൂണിറ്റ് പാരബോളിക് സിഗ്നൽ. യൂണിറ്റ് പാരബോളിക് ഫംഗ്ഷൻ എടുക്കുവാണെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഞാനത് ഇങ്ങോട്ട് എഴുതുവാണ്, യൂണിറ്റ് പാരബോളിക് ഫംഗ്ഷൻ. ഇങ്ങനെ ഒരു പാരബോളായിരിക്കും കിട്ടുന്നത്. എക്സ് ആക്സിസിൽ ടിയും വൈ ആക്സിസിൽ പി ഓഫ് ടിയും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പി ഓഫ് ടി ഈക്വൽ ടു എ ടി സ്ക്വയർ ബൈ 2 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, 0 for t ലെസ് ദാൻ 0. ഓക്കെ, ഇത് യൂണിറ്റ് പാരബോളിക് ആണെന്നുണ്ടെങ്കിൽ എക്ക് പകരം 1 കൊടുക്കുക, സോ പി ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, 0 for t ലെസ് ദാൻ 0. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഇങ്ങനെ 4 ബേസിക് ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ യൂണിറ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് വൺ യൂണിറ്റ് റാമ്പ്, തേർഡ് വൺ യൂണിറ്റ് ഇമ്പൾസ് ആൻഡ് ഫോർത്ത് വൺ യൂണിറ്റ് പാരബോളിക് ഫംഗ്ഷൻ. ഓരോന്നിൻ്റെയും ഫോർ എക്സാമ്പിൾ സ്റ്റെപ്പ് ഫംഗ്ഷനും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനും കാണിച്ചിട്ടുണ്ട്. അതുപോലെ റാമ്പും യൂണിറ്റ് റാമ്പും, അതേപോലെ ഇമ്പൾസ് ഫംഗ്ഷന് അങ്ങനെ നമുക്ക് യൂണിറ്റ് എന്ന് പറയാനില്ല. ഓക്കെ, ടി ഈക്വൽ ടു 0 വാല്യൂ 1 ആയിരിക്കും, ടി നോട്ട് ഈക്വൽ ടു 0 വാല്യൂ 0 ആയിരിക്കും. അതേപോലെ നാലാമത്തെന്ന് പറയുന്നത് യൂണിറ്റ് പാരബോളിക് ഫംഗ്ഷൻ. ഓക്കെ, ഇത്ര ഇങ്ങനെ 4 ഫംഗ്ഷനാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, നൗ ഇനി ഇതിൽ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ നമ്മൾ ഇമ്പൾസ് ഫംഗ്ഷൻ എടുക്കുന്നു. ഓക്കെ, ഡെൽ ഓഫ് ടി ഇമ്പൾസ് ഫംഗ്ഷൻ, ഡെൽ ഓഫ് ടി ഇതിനെ ഒരു തവണ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിരിക്കും യു ഓഫ് ടി. ഓക്കെ, അതേപോലെ യു ഓഫ് ടീനെ ഒരു തവണ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആർ എഫ് ടി ആയിരിക്കും. ഓക്കെ, എത്ര ഇപ്പോൾ ഡെൽ ഓഫ് ടി യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യൂണിറ്റ് സ്റ്റെപ്പ് ആയിരിക്കും. അതേപോലെ യൂണിറ്റ് സ്റ്റെപ്പിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യൂണിറ്റ് റാമ്പ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, യൂണിറ്റ് റാമ്പ് ആയിരിക്കും കിട്ടുന്നത്. യൂണിറ്റ് റാമ്പിനെ ഒരു തവണ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് യൂണിറ്റ് പാരബോളിക് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ അറിഞ്ഞിരിക്കണം, ഇൻ്റഗ്രേഷൻ. ഓക്കെ, സോ ഡെൽ ഓഫ് ടി ദാറ്റ് ഈസ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്താൽ യു ഓഫ് ടി ഇൻ്റഗ്രേഷൻ ചെയ്താൽ ആർ ഓഫ് ടി ഇൻ്റഗ്രേഷൻ ചെയ്താൽ പി ഓഫ് ടി. അതുപോലെ തിരിച്ചും ഡിഫറൻസിയേഷൻ പി ഓഫ് ടീനെ ഒരു തവണ ഡിഫറൻസിയേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ആർ ഓഫ് ടി ആയിരിക്കും. ആർ ഓഫ് ടീനെ ഒരു തവണ ഡിഫറൻസിയേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് യു ഓഫ് ടി ആയിരിക്കും. യു ഓഫ് ടീനെ ഒരു തവണ ഡിഫറൻസിയേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഡെൽ ഓഫ് ടി യു ആയിരിക്കും. ഓക്കെ, ഇത് ഡിഫറൻസിയേഷൻ ആണ്. ഇത് ഡിഫറൻസിയേഷൻ, ആദ്യത്തേതെന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇത്ര ദീസ് ആർ ദി 4 ബേസിക് ഫങ്ഷൻസ്: യൂണിറ്റ് സ്റ്റെപ്പ്, യൂണിറ്റ് റാമ്പ്, യൂണിറ്റ് ഇമ്പൾസ് ആൻഡ് യൂണിറ്റ് പാരബോളിക് ഫങ്ഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക്ക് കഴിഞ്ഞു. ഇതേപോലെ ടൈപ്പ്, അതേപോലെ ഓർഡർ. ഒരു സിസ്റ്റം എടുക്കുവാണെങ്കിൽ അതിനകത്ത് ടൈപ്പ് എന്താണ്, അതേപോലെ ഓർഡർ എന്താണ്. ഓക്കെ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സെക്കൻഡ് പറയുന്നത് ആ കോൺസെപ്റ്റ്. ഓക്കെ, ടൈപ്പ് ആൻഡ് ഓർഡർ ഓഫ് എ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റം. ഓക്കെ, ടൈപ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റം. ഒന്ന് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. അതേപോലെ നമ്പർ ഓഫ് പോൾസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈപ്സ് എടുക്കുന്നത്. ഓക്കെ, എത്ര പോൾസ് ഉണ്ടോ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഒന്ന് ഓപ്പൺ ലൂപ്പ് ഉണ്ട്. അതേപോലെ ടൈപ്പ് 0 ഉണ്ട്, ടൈപ്പ് 1, ടൈപ്പ് 2. ഓക്കെ, ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. മെയിൻലി നമ്മൾ എടുക്കുന്ന ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2. ഓക്കെ, ഇത് 3ആണ്. ഓക്കെ, എത്ര. അപ്പോൾ ഇതിൽ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം മെയിൻലി ഇപ്പോൾ ഓപ്പൺ ലൂപ്പും അതേപോലെ ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റമായിട്ട് എടുക്കുന്ന ഡിഫറൻസ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ, ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റവും ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഒരു ട്രാഫിക് ലൈറ്റ് സിസ്റ്റം എടുക്കുന്നു. ഓക്കെ, ട്രാഫിക് ലൈറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അത് ഓപ്പൺ ലൂപ്പും ഉണ്ട്, അതേപോലെ ക്ലോസ് ലൂപ്പും ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ട്രാഫിക് ലൈറ്റ് സിസ്റ്റത്തിൽ വെഹിക്കിൾസ്
നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ജംഗ്ഷനിൽ ട്രാഫിക് ലൈറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറേ നേരത്തേക്ക് ഒരു എന്തായിരിക്കും റീജിയനിൽ മാത്രം ഓണായി കിടക്കുന്നു. അത് കഴിയുമ്പോഴത്തേനും അടുത്തൊരു റീജിയനിൽ ഓണാവുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റമാണ്. ഓക്കെ, എത്ര ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് തന്നെ ബേസ്ഡ് ഓൺ ദി ട്രാഫിക്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജിയനിൽ ട്രാഫിക് കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ നേരത്തേക്ക് എന്ത് ചെയ്യുന്നു, ഗ്രീൻ ലൈറ്റ് ഓൺ ആക്കുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതായത് വിത്ത് ഫീഡ്ബാക്ക് ടൈപ്പാണ്. അതിനെയാണ് ക്ലോസ് ലൂപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ വാഷിംഗ് മെഷീൻ എടുക്കുന്നു. വാഷിംഗ് മെഷീനിൽ ജസ്റ്റ് ടു സോപ്പ്, ടു വാഷ് ആൻഡ് ഡ്രൈ, ഇത്ര ഈ ഒരു ഓപ്ഷനാണല്ലോ സാധാരണ വരുന്നത്. അപ്പോൾ അപ്പോൾ ഇത് ഓപ്പൺ ലൂപ്പാണ്. ഇതിൽ തന്നെ ആ ഡിഗ്രി ഓഫ് ക്ലെൻലിനെസ് കൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. എത്രമാത്രം ക്ലീൻ ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ ചെക്ക് ചെയ്തിട്ട് ആ ഡിഗ്രി ഓഫ് ക്ലെൻലിനെസ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു റേഞ്ചിൽ ആണെങ്കിൽ മാത്രം എന്താവുന്നു, ഈ ക്ലീൻ ചെയ്തിട്ട് ആ ട്രേ നമുക്ക് പുറത്തോട്ട് വരുന്നു. അതെന്ന് പറയുന്നത് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, ഇതാണ് ഓപ്പൺ ലൂപ്പും ക്ലോസ് ലൂപ്പും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, എത്ര ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടൈപ്പ് 0. ഓക്കെ, ടൈപ്പ് 0 കൺട്രോൾ സിസ്റ്റം. ഇപ്പം ടൈപ്പ് 0 കൺട്രോൾ സിസ്റ്റം, ടൈപ്പ് 0 അതിന് പിന്നെ ടൈപ്പ് 0 ഉണ്ട്, ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 0 കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് പോൾസ് അറ്റ് ദ ഒറിജിൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും, S=0 ആയിരിക്കും. ഇതിനെയാണ് ടൈപ്പ് 0 എന്ന് പറയുന്നത്. ടൈപ്പ് 1 കൺട്രോൾ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് പോൾസ് അറ്റ് ദ ഒറിജിൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, S= എന്തായിരിക്കും 1. ഓക്കെ, എത്രയും ടൈപ്പ് 2 കൺട്രോൾ സിസ്റ്റം ആണെങ്കിൽ നമ്പർ ഓഫ് പോൾസ് അറ്റ് ഒറിജിൻ എന്ന് പറയുന്നത് 2 ആയിരിക്കും, S=2 ആയിരിക്കും. ഓക്കെ, ഇതാണ് ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2 കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എത്രയും ഇതേപോലെ ഓർഡർ എന്ന് പറയുന്നത് ഡിഗ്രി, നമ്മളിത് എടുക്കുന്നതിൻ്റെ ഡിഗ്രി എത്ര വരുന്നത്, ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണോ അതിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡർ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, ഇതെല്ലാം എന്തായിരിക്കും, ഓർഡറിനെ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2, അതേപോലെ ഓർഡർ. ഓക്കെ, ഇങ്ങനെ 2 ടേം ഉണ്ട് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിന്, ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിന് ഇങ്ങനെ 2 ടേം ഉണ്ട്, ടൈപ്പും അതേപോലെ ഓർഡറും. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ ടൈപ്പ് 0 എടുക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ടൈപ്പ് 0. ഓക്കെ, ഓർഡർ എടുക്കാം. ഓക്കെ, ഓർഡർ എടുക്കുന്നു. ഓർഡറിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഓർഡർ സിസ്റ്റമാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് K/, ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം, ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് K/RS+1. ഇതാണ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എത്ര ഒരു എനർജി സ്റ്റോറേജ് എലമെൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. അതേപോലെ റെസ്പോൺസ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആയിരിക്കും. only one energy storage element will be there. One energy storage element will be there. അതേപോലെ എന്താ റെസ്പോൺസ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആയിരിക്കും. ഇറ്റ്സ് റെസ്പോൺസ് ഈസ് എക്സ്പോണൻഷ്യൽ. ഇതാണ് എന്താ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിളായിട്ട് RC സർക്യൂട്ട് എടുക്കാം, അതേപോലെ RL സർക്യൂട്ട് എടുക്കാം. ഓക്കെ, ഇതേപോലെ ടെമ്പറേച്ചർ കൺട്രോൾ. ഓക്കെ, ചെറിയൊരു ഹീറ്റർ എടുക്കുന്നു. ഹീറ്ററിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ഓഫ് എ ഹീറ്റർ. ഓക്കെ, ഇതെല്ലാം നമുക്ക് എന്തായിട്ട് എടുക്കാം, ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന് എക്സാമ്പിളായിട്ട് എടുക്കാം. ഓക്കെ, എത്ര ദെൻ സെക്കൻഡ് ഓർഡർ എടുക്കുന്നു. സെക്കൻഡ് ഓർഡർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സെക്കൻഡ് ഓർഡർ ഫംഗ്ഷൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ സെക്കൻഡ് ഓർഡർ. ഓക്കെ, ഇറ്റ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ K/S² plus 2 theta omega n into S, 2 theta omega n into S plus omega n square. ഇതായിരിക്കും സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, എത്ര ഇതിനകത്ത് 2 എനർജി സ്റ്റോറേജ് എലമെൻറ്റ് വരും. ഇറ്റ് കണ്ടെയ്ൻസ് 2 energy storage elements.
രണ്ട് എനർജി സ്റ്റോറേജ് എലമെൻറ്റ്സ് വരും. ഏതിനാ? സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ കേസിൽ. അതേപോലെ ഇറ്റ് ഷോസ് ഒന്ന് ഓസിലേഷൻ ഉണ്ടാവും, അതേപോലെ ഓവർഷൂട്ട് ഉണ്ടാവും. ഓക്കെ, ഇറ്റ് ഷോസ് ഓസിലേഷൻസ്, അതേപോലെ ഓവർഷൂട്ട്, പിന്നെ അതുപോലെ ഡാമ്പിങ്. 3 കേസും വരും. ഓക്കെ, ഓസിലേഷൻ, ഓവർഷൂട്ട് ആൻഡ് ഡാമ്പിങ് 3 കേസും വരും. ഓക്കെ, എക്സാമ്പിളായിട്ട് ഇവിടെ എടുക്കുന്നതെന്ന് പറയുന്നത് RLC സർക്യൂട്ടാണ്. RLC സർക്യൂട്ട്, ഒരു RLC സർക്യൂട്ട് എക്സാമ്പിളായിട്ട് എടുക്കാം. അതേപോലെ മാസ് സ്പ്രിംഗ് ഡാമ്പർ സർക്യൂട്ട്, മാസ് സ്പ്രിംഗ് ഡാമ്പർ സർക്യൂട്ട്, മാസ് സ്പ്രിംഗ് ഡാമ്പർ സർക്യൂട്ട്, ഇതിനെയും എക്സാമ്പിളായിട്ട് എടുക്കാം. സെക്കൻഡ് ഓർഡർ സിസ്റ്റം. സോ ഫസ്റ്റ് ഓർഡറായി, സെക്കൻഡ് ഓർഡറായി. ഇതേപോലെ ഹയർ ഓർഡർ സിസ്റ്റം ഉണ്ട്. ഹയർ ഓർഡർ സിസ്റ്റത്തിൻ്റെ കേസിൽ ഓർഡർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും വരുന്നത്. ഹയർ ഓർഡർ സിസ്റ്റത്തിൻ്റെ കേസിൽ ഓർഡർ ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും വരുന്നത്. ഓക്കെ, എത്ര? യെസ്. ഇപ്പോൾ ഓപ്പൺ ലൂപ്പ്, അതേപോലെ ക്ലോസ് ലൂപ്പ് സിസ്റ്റം ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്, ഹയർ ഓർഡർ ഉണ്ട്. അപ്പോൾ ഓപ്പൺ ലൂപ്പിൽ ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നില്ല. സെക്കൻഡ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ എന്തുമായിരിക്കും? ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നു. ഹയർ ഓർഡറിൽ എന്തായിരിക്കും? ഹയർ ഓർഡറിൻ്റെ കേസിൽ എന്തായിരിക്കും? ഓർഡർ 1, ഓർഡർ 2, ഓർഡർ 0, ഓർഡർ 1, ഓർഡർ 2 ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, എത്ര? ഈ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇതറിഞ്ഞിരിക്കണം. ഓക്കെ, എത്ര? ഇനി അതേപോലെ ടൈപ്സ് ഉണ്ട്, ടൈപ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റം. ടൈപ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റത്തിൽ ഫസ്റ്റ് വൺ ടൈപ്പ് 0. ടൈപ്പ് 0 കൺട്രോൾ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നോ പോൾസ് അറ്റ് ഒറിജിൻ. അതായത് ഇൻ്റഗ്രേഷൻ ടേംസ് കാണത്തില്ല. നോ പോൾസ് അറ്റ് ഒറിജിൻ എന്ന് മീൻ ചെയ്യുന്നത് ദർ ഈസ് നോ ഇൻ്റഗ്രേഷൻ ടേം. സോ ഫസ്റ്റ് പോയിൻറ്റ്, നോ ഇൻ്റഗ്രേഷൻ ടേം, നോ ഇൻ്റഗ്രേഷൻ ടേംസ്. അതേപോലെ നോ പോൾസ് അറ്റ് ഒറിജിൻ, നോ പോൾസ് അറ്റ് ഒറിജിൻ. ദിസ് ഈസ് ടൈപ്പ് 0. ഓക്കെ, നോ പോൾസ് അറ്റ് ഒറിജിൻ. ഓക്കെ, എത്ര? എക്സാമ്പിൾ ഇപ്പം ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുന്നു. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ടേം ഉണ്ടാകത്തില്ല. ഓക്കെ, ടേം ഉണ്ടാവും. ടൈപ്പ് 0. ഓക്കെ, ടേം 0. ദെൻ സോ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഓപ്പൺ ലൂപ്പ് അതായത് ടൈപ്പ് 0യുടെ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ഇൻപുട്ടിന്, അതായത് സ്റ്റഡി സ്റ്റേറ്റ് എററും അതേപോലെ സ്റ്റാറ്റിക് എറർ, അതുപോലെ ഡൈനാമിക് എറർ എന്ന് പറഞ്ഞിട്ട് 2 കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ തന്നെ വരുന്ന ഒന്നാണ് ഈ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 2 കാര്യങ്ങൾക്ക് നമുക്ക് പഠിക്കണം. ഒന്ന് സ്റ്റെപ്പ് ഇൻപുട്ടിനും, അതേപോലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റാമ്പിനും. ഓക്കെ, സ്റ്റെപ്പ് ഇൻപുട്ടിനും അതേപോലെ റാമ്പിനും. സ്റ്റെപ്പ് ഇൻപുട്ടാണ് എടുക്കുന്നതെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് സ്റ്റെപ്പ് ഇൻപുട്ട് സ്റ്റഡി സ്റ്റേറ്റ് എറർ വിൽ ബി ഫൈനൈറ്റ് ആയിരിക്കും. ഫൈനൈറ്റ് സ്റ്റഡി സ്റ്റേറ്റ് എറർ, ഫൈനൈറ്റ് സ്റ്റഡി സ്റ്റേറ്റ് എറർ, സ്റ്റഡി സ്റ്റേറ്റ് എറർ ആയിരിക്കും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് റാമ്പ് ഇൻപുട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇൻഫൈനൈറ്റ് എററും ആയിരിക്കും. ഓക്കെ, റാമ്പ് ഇൻപുട്ടിന് ഇൻഫൈനൈറ്റ് എററും ആയിരിക്കും. ഓക്കെ, സോ സ്റ്റെപ്പ് ഇൻപുട്ടിന് ഫൈനൈറ്റ് സ്റ്റഡി സ്റ്റേറ്റ് എററും റാമ്പ് ഇൻപുട്ടിന് ഇൻഫൈനൈറ്റ് എററും ആയിരിക്കും. ഓക്കെ, എത്രയും. സെക്കൻഡ് വൺ ടൈപ്പ് 1. ടൈപ്പ് 0 പോലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടൈപ്പ് 1. അപ്പോൾ ടൈപ്പ് 1ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 1 പോൾ അറ്റ് ഒറിജിൻ. ഓക്കെ, 0 പോളിന് പകരം ദർ എക്സിസ്റ്റ് 1 പോൾ അറ്റ് ഒറിജിൻ. ഓക്കെ, 1 പോൾ അറ്റ് ഒറിജിൻ. ഒറിജിനിൽ ഒരു സിംഗിൾ പോളായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ഇനിയിപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് അതായത് ഒരു ഇൻ്റഗ്രേറ്റർ ആയിരിക്കും വരുന്നത്. ഓക്കെ, എത്ര? ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്ന് സ്റ്റെപ്പ് ഇൻപുട്ടിന് 0 സ്റ്റഡി സ്റ്റേറ്റ് ആയിരിക്കും. സ്റ്റെപ്പ് ഇൻപുട്ട് എടുക്കുന്നു. സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ കേസിൽ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0 സ്റ്റഡി സ്റ്റേറ്റ്, 0 സ്റ്റഡി സ്റ്റേറ്റ് ആയിരിക്കും. ഏതിനാ? സ്റ്റെപ്പ് ഇൻപുട്ടിന്. ഓക്കെ, സ്റ്റെപ്പ് ഇൻപുട്ടിന് 0 സ്റ്റഡി സ്റ്റേറ്റ് ആയിരിക്കും. അതേപോലെ റാമ്പ് ഇൻപുട്ടാണെങ്കിൽ, ഓക്കെ, റാമ്പ് ഇൻപുട്ടാണെങ്കിൽ ഫൈനൈറ്റ് എററും ആയിരിക്കും. റാമ്പ് ഇൻപുട്ടിന് ഫൈനൈറ്റ് എററും ആയിരിക്കും. ഓക്കെ, ഓക്കെ, ടൈപ്പ് 1ൻ്റെ കേസിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ടൈപ്പ് 2 എടുക്കുന്നു. ടൈപ്പ് 1 പോലെ അടുത്തതെന്ന് പറയുന്നത് ടൈപ്പ് 2. ടൈപ്പ് 2ൻ്റെ കേസിൽ ഒറിജിനിൽ 2 പോൾ വരും. ഓക്കെ, ദർ എക്സിസ്റ്റ് 2 പോൾസ് അറ്റ് ഒറിജിൻ. 2 പോൾസ് അറ്റ് ഒറിജിൻ. ഓക്കെ, ഒറിജിനിൽ 2 പോളായിരിക്കും വരുന്നത്. ഏതിൻ്റെ കേസിലാണ്? ടൈപ്പ് 2ൻ്റെ കേസിൽ ദർ എക്സിസ്റ്റ് 2 പോൾസ് അറ്റ് ഒറിജിൻ. എറർ എടുക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ഇൻപുട്ടിന് 0 സ്റ്റഡി സ്റ്റേറ്റ് എറർ. ഇവിടെയും സ്റ്റെപ്പ് ഇൻപുട്ടിന് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് 0 ആണ്. 0 സ്റ്റഡി സ്റ്റേറ്റ് എറർ.
0 സ്റ്റഡി സ്റ്റേറ്റ് എറർ ആയിരിക്കും സ്റ്റെപ്പ് ഇൻപുട്ടിന്. അതേപോലെ റാമ്പ് ഇൻപുട്ട് എടുത്തു കഴിഞ്ഞാൽ റാമ്പ് ഇൻപുട്ടിനും 0 സ്റ്റഡി സ്റ്റേറ്റ് എററാണ് റാമ്പ് ഇൻപുട്ടിനും. ദെൻ പാരബോളിക് ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ ഫൈനൈറ്റ് എററും ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് പാരബോളിക് ഇൻപുട്ട് ഫൈനൈറ്റ് എറർ. ഇവിടെ മാത്രം പാരബോളിക് കൂടെ നോട്ട് ചെയ്യുവാണ്. പാരബോളിക് ഇൻപുട്ടിന് ഫൈനൈറ്റ് എററും ആയിരിക്കും. ഫൈനൈറ്റ് എറർ. ഓക്കെ, ഇങ്ങനെ ഒരു സിസ്റ്റം എടുക്കുവാണെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഓർഡറും അതേപോലെ ടൈപ്പും. ഓക്കെ, ഓർഡറും ടൈപ്പും. ഓക്കെ, ഓർഡർ എന്ന് മീൻ ചെയ്യുന്നത് ഇതിൽ എത്ര ഇൻറ്റഗ്രേഷൻ എത്ര ഡെറിവേറ്റീവ്സ് വരുന്നു, അല്ലെങ്കിൽ ഹയസ്റ്റ് എത്ര ഡെറിവേറ്റീവ് എന്നുള്ളതിനേക്കാളും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണോ അതാണ് ഇതിൻ്റെ ഓർഡറിനെ തീരുമാനിക്കുന്നത്. ഓക്കെ, ടൈപ്പ് എന്ന് പറയുന്നത് എത്ര ഇൻറ്റഗ്രേഷൻ ടേം ഉണ്ടോ അതിനെയാണ് ടൈപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടൈപ്പ് 0 ഉണ്ട്, ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ഓക്കെ, ടൈപ്പ് 0ൽ നമ്പർ ഓഫ് ഇൻറ്റഗ്രേഷൻ ടേംസ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അതേപോലെ നോ പോൾസ് അറ്റ് ഒറിജിൻ, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, എന്തൊരു ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. അതേപോലെ സ്റ്റെപ്പ് ഇൻപുട്ട് എടുക്കുവാണെങ്കിൽ അവിടെ ഫൈനൈറ്റ് സ്റ്റഡി സ്റ്റേറ്റ് എറർ ആയിരിക്കും. റാമ്പ് ഇൻപുട്ടിന് ഇൻഫൈനൈറ്റ് എററും ആയിരിക്കും. ഇനി ടൈപ്പ് 1 എടുക്കുവാണെങ്കിൽ ദർ വിൽ ബി 1 പോൾ അറ്റ് ഒറിജിനിൽ ഒരു പോളായിരിക്കും വരുന്നത്. സ്റ്റെപ്പ് ഇൻപുട്ടിന് 0 സ്റ്റഡി സ്റ്റേറ്റ് എറർ ആയിരിക്കും. റാമ്പ് ഇൻപുട്ടിനാണെങ്കിൽ ഫൈനൈറ്റ് എററും ആയിരിക്കും. ഇനി ടൈപ്പ് 2 എടുക്കുവാണെങ്കിൽ 2 പോൾസ് ആയിരിക്കും ഒറിജിനിൽ വരുന്നത്. സ്റ്റെപ്പ് ഇൻപുട്ടിന് 0 സ്റ്റഡി സ്റ്റേറ്റ് ആയിരിക്കും. റാമ്പ് ഇൻപുട്ടിനും 0 സ്റ്റഡി സ്റ്റേറ്റ് ആയിരിക്കും. പാരബോളിക് ഇൻപുട്ടിന് ഫൈനൈറ്റ് എറർ, ഫൈനൈറ്റ് എറർ 0 സ്റ്റഡി സ്റ്റേറ്റ് എറർ ആയിരിക്കും അത് രണ്ടിനും. പാരബോളിക് ഇൻപുട്ടിന് ഫൈനൈറ്റ് എററും ആയിരിക്കും. ഓക്കെ, ഇനി അതുപോലെ അറിയേണ്ട നെക്സ്റ്റ് ഒരു ടേമാണ് എറർ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതിൽ സ്റ്റാറ്റിക് എറർ കോൺസ്റ്റൻറ്റ് ഉണ്ട്, അതേപോലെ ഡൈനാമിക് എറർ കോൺസ്റ്റൻറ്റ് ഉണ്ട്. ഓക്കെ, സ്റ്റാറ്റിക് എറർ കോൺസ്റ്റൻറ്റും അതേപോലെ ഡൈനാമിക് എറർ കോൺസ്റ്റൻറ്റും. ഓക്കെ, സോ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് എറർ കോൺസ്റ്റൻറ്റ് ആൻഡ് ഡൈനാമിക് എറർ കോൺസ്റ്റൻറ്റ്? അതേപോലെ സ്റ്റാറ്റിക് എറർ കോൺസ്റ്റൻറ്റിൽ തന്നെ ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഇത് രണ്ട്. യെസ്, ഓക്കെ. Okay, so next one, steady state error. Okay, steady state error എന്നുള്ള ടേമിൻ്റെ ഡെഫിനേഷൻ. what do you mean by steady state error? Okay, so steady state error എന്ന് പറയുന്നത് it is the error as when time tends to infinity. Okay, error when t tends to infinity, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ടൈം ടെൻസ് ടു ഇൻഫിനിറ്റി. സ്റ്റഡി സ്റ്റേറ്റ് എററിന് ഓക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് സിസ്റ്റത്തിൻ്റെ ആക്യുറസീനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ ദി ആക്യുറസി ഓഫ് ദി സിസ്റ്റം. ഓക്കെ, അതേപോലെ ഇതിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കാൻ നമ്മൾ ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്റ്റഡി സ്റ്റേറ്റ് എററിനെ ESS എന്നായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ടൈം ഡൊമൈനും ഉണ്ട്, അതേപോലെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷനും ഉണ്ട്. ഓക്കെ, ടൈം ഡൊമൈൻ ആൻഡ് ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ വേറൊരു എററാണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ. രണ്ടാമത്തതാണ് എന്തെന്ന് പറയുന്നത് ഡൈനാമിക് എറർ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് എററും അതേപോലെ ഡൈനാമിക് എററും. ഓക്കെ, ഇങ്ങനെ രണ്ട് എറർ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എററിന് ഇപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുവാണ്. ഫസ്റ്റ് ദർ ഇസ് എ ടേം കോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഫീഡ്ബാക്കായിട്ട് നമുക്ക് കൊടുക്കുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കും കൊടുക്കാം, അതേപോലെ നെഗറ്റീവ് ഫീഡ്ബാക്കും കൊടുക്കാം. ഒരു എക്സാമ്പിൾ എടുക്കുക, ഒരു സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുന്ന കേസും അതേപോലെ നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുന്ന കേസും, രണ്ട് ഫീഡ്ബാക്ക് ഉണ്ട്, പോസിറ്റീവ് ഫീഡ്ബാക്കും അതേപോലെ നെഗറ്റീവ് ഫീഡ്ബാക്കും. ഓക്കെ, RFS എന്നുള്ളൊരു ഇൻപുട്ട് എടുക്കുന്നു. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ഇത് ഔട്ട്പുട്ട് എടുക്കുന്ന CFS.
ഇതിൻ്റെ ഒരു പോർഷൻ ഔട്ട്പുട്ടിൽ നിന്നെടുത്ത് ഇൻപുട്ടിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, ഈ കൊടുക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തും കൊടുക്കാം, അതല്ല ഡയറക്റ്റായിട്ട് കൊടുക്കാം. ഓക്കെ, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒന്നുകിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്താണ് കൊടുക്കുന്നതെങ്കിൽ ഇതൊരു പർട്ടിക്കുലർ ഇതെടുക്കുന്നു, എന്താ സിസ്റ്റം GFS ആയിട്ട് എടുക്കുന്നു. ഇത് GFS, ഇത് HFS ആയിട്ട് എടുക്കുന്നു. HFS. ഓക്കെ, ഇത് RFS ഇൻപുട്ടും CFS ഔട്ട്പുട്ടും. ഇതിൻ്റെ ഔട്ട്പുട്ട് CFSും വേണമെങ്കിൽ ഇതിൻ്റെ ഇൻപുട്ടെന്ന് പറയുന്നത് വേണമെങ്കിൽ YFS ആയിട്ട് എടുക്കാം. സോ ദാറ്റ് GFSൻ്റെ വാല്യൂ എന്ന് പറയുന്നത് GFS ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്, ദാറ്റ് ഈസ് CFS ഡിവൈഡഡ് ബൈ RFS. ഇതാണ് GFS ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇത്ര. അതായത് ഫീഡ്ബാക്ക് നമ്മൾ ചെയ്യാത്ത സമയത്തെ ഗെയിൻ്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് GFS ആയിട്ട് എടുക്കുന്നത്. GFS ഈക്വൽ ടു CFS ഡിവൈഡഡ് ബൈ RFS. HFSൻ്റെ വാല്യൂ എന്ന് പറയുന്നത് HFS ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് YFSും ഇൻപുട്ട് എന്ന് പറയുന്നത് CFSും ആയിരിക്കും. ഓക്കെ, ഔട്ട്പുട്ട് YFSും ഇൻപുട്ട് എന്ന് പറയുന്നത് CFSും ആയിരിക്കും. ഓക്കെ, എത്ര? ഇപ്പോൾ GFS ഈക്വൽ ടു CFS ബൈ RFS, HFS ഈക്വൽ ടു YFS ബൈ CFS ആയിരിക്കും. ഓക്കെ, എത്ര? ഇതിൽ ടോട്ടൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ GFS ബൈ 1 മൈനസ് GFS ഇൻറ്റു HFS. ഇത് എൻ്റെ പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ ദിസ് ഈസ് ഫോർ പോസിറ്റീവ് ഫീഡ്ബാക്ക്. അതേപോലെ നെഗറ്റീവ് ഫീഡ്ബാക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈ വാല്യൂ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈക്വൽ ടു GFS ഡിവൈഡഡ് ബൈ 1 പ്ലസ് GFS ഇൻറ്റു HFS ആയിരിക്കും. ഓക്കെ, 1 പ്ലസ് GFS ഇൻറ്റു HFS ആയിരിക്കും നെഗറ്റീവ് ഫീഡ്ബാക്കിന്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്കും അതേപോലെ നെഗറ്റീവ് ഫീഡ്ബാക്ക് രണ്ട് കോൺസെപ്റ്റാണ്. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. GFS ബൈ 1 മൈനസ് GFS ഇൻറ്റു HFSും മറ്റേ GFS ബൈ 1 പ്ലസ് GFS ഇൻറ്റു HFS, പോസിറ്റീവും അതേപോലെ നെഗറ്റീവ് ഫീഡ്ബാക്കും. ഓക്കെ, ഇത്ര ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്ര രണ്ട്. ഓക്കെ, യെസ്. ഇനി ഇതിൽ ഓക്കെ, അപ്പം നെഗറ്റീവ് ഫീഡ്ബാക്ക് അതുപോലെ പോസിറ്റീവ് ഫീഡ്ബാക്കായി. ഇനി ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് എററിൻ്റെ ഒരു കോൺസെപ്റ്റ്, അതായത് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നു. ഓക്കെ, എത്ര? അപ്പം സ്റ്റഡി സ്റ്റേറ്റ് എറർ എടുക്കുവാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് രണ്ട് ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് EFT ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് RFS ഡിവൈഡഡ് ബൈ 1 പ്ലസ് HFS ഇൻറ്റു GFS. ഈ RFS എന്താണ്, HFS GFS എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ ഡയഗ്രത്തിൽ വരച്ചു. ഇത് ടൈം ഡൊമൈനിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ഫ്രീക്വൻസി ഡൊമൈനിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ EFS ഈക്വൽ ടു RFS ഡിവൈഡഡ് ബൈ 1 പ്ലസ് HFS ഇൻറ്റു GFS. ഇത് ഫ്രീക്വൻസി ഡൊമൈനിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ടൈം ഡൊമൈനിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനും അതേപോലെ ഫ്രീക്വൻസി ഡൊമൈനിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇത് എററാണ്. ഇതെന്ന് പറയുന്ന എറർ. നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് എററാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ കൂടെ ലിമിറ്റ് കൂടെ കൊടുക്കണം. ഓക്കെ, ലിമിറ്റ് കൂടെ കൊടുക്കണം. അതായത് ESS ഈക്വൽ ടു റെപ്രസെൻറ്റ് ചെയ്യുന്നത് ESS ഈക്വൽ ടു ലിമിറ്റ് T ടെൻസ് ടു ഇൻഫിനിറ്റീവ് ആയിരിക്കും കൊടുക്കുന്നത്. ലിമിറ്റ് T ടെൻസ് ടു ഇൻഫിനിറ്റീവ് EFT. ഇത് ടൈം ഡൊമൈനിൽ കാൽക്കുലേറ്റ് ചെയ്യാനും ഫ്രീക്വൻസി ഡൊമൈനിലാണെങ്കിൽ Tക്ക് പകരം S ആയിരിക്കും കൊടുക്കുന്നത്, S ടെൻസ് ടു. ഓക്കെ, ഫ്രീക്വൻസി ഡൊമൈനിലാണെങ്കിൽ ESS ഈക്വൽ ടു ലിമിറ്റ് S ടെൻസ് ടു 0 ESS ആയിരിക്കും. ഓക്കെ, S ടെൻസ് ടു 0 ക്യാപിറ്റൽ EFS ആയിരിക്കും. ക്യാപിറ്റൽ EFS ഫ്രീക്വൻസി ഡൊമൈനിൽ കാൽക്കുലേറ്റ്. അപ്പോൾ ടൈം ഡൊമൈനും അതേപോലെ ഫ്രീക്വൻസി ഡൊമൈനിലും കാൽക്കുലേറ്റ് ചെയ്യാൻ എറർ. ഓക്കെ, എറർ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ മൂന്ന് എറർ കോൺസ്റ്റൻറ്റ് വരും. ഓക്കെ, എറർ കോൺസ്റ്റൻസ് 3 ഉണ്ട്. ഒന്ന് നമ്മൾ എടുക്കുന്നത് പൊസിഷണൽ എറർ കോൺസ്റ്റൻറ്റ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ്, തേർഡ് വൺ എന്ന് പറയുന്നത് ആക്സിലറേഷൻ എറർ കോൺസ്റ്റൻറ്റ്, KP, KV ആൻഡ് KA. ഓക്കെ, ഇങ്ങനെ 3 എറർ കോൺസ്റ്റൻറ്റ് ഉണ്ട്. ഓക്കെ, അതിന് പിന്നെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എടുക്കുന്നു. റെപ്രസെൻറ്റ് ചെയ്യുന്നത് EFT ഈക്വൽ ടു ലിമിറ്റ് EFT ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് RFS ഡിവൈഡ് ബൈ 1 പ്ലസ് GFS ഇൻറ്റു HFS, ക്യാപിറ്റൽ EFS ഈക്വൽ ടു RFS ഡിവൈഡ് ബൈ 1 പ്ലസ് GFS ഇൻറ്റു HFS. ഇത് എററും സ്റ്റഡി സ്റ്റേറ്റ് എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ ESS ഈക്വൽ ടു ലിമിറ്റ് T ടെൻസ് ടു ഇൻഫിനിറ്റി EFTയും ഇതിൻ്റെ കേസിൽ
ഫ്രീക്വൻസി ഡൊമൈൻ്റെ കേസിൽ ഇ എസ് എസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു 0 ഇ എഫ് എസ്. ഓക്കെ, എത്ര? ഇനി 3 എറർ കോൺസ്റ്റൻ്റ് ഉണ്ട്, കെ പി, കെ വി ആൻഡ് കെ എ. ഓക്കെ, 3 എറർ കോൺസ്റ്റൻ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കെ പി, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കെ വി, മൂന്നാമത്തേന്ന് പറയുന്നത് കെ എ. ഓക്കെ, കെ പി എന്ന് പറയുന്നത് പൊസിഷണൽ എറർ കോൺസ്റ്റൻറ്റ്. കെ പി പൊസിഷണൽ എറർ കോൺസ്റ്റൻറ്റ്. സെക്കൻഡ് വൺ കെ വി എന്ന് പറയുന്നത് വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ്. വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ്. ഓക്കെ, തേർഡ് വൺ കെ എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ എറർ കോൺസ്റ്റൻറ്റ്. ആക്സിലറേഷൻ എറർ കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ 3 എറർ കോൺസ്റ്റൻസ് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട് സാധാരണയായിട്ട്. ഓക്കെ, ഇത്ര. അപ്പോൾ അതിൽ 3നും 3 ഇക്വേഷൻസ് ഉണ്ട്, ഞാനതുകൂടെ പറയാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ കെ പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, കെ പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കെ പി ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു 0 ജി ഓഫ് എസ് ഇൻറ്റു എച്ച് എഫ് എസ്. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് കെ പി. ഓക്കെ, അതുപോലെ കെ വി കണ്ടുപിടിക്കാനായിട്ട് ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു ജി ഓഫ് എസ് ഇൻറ്റു എച്ച് എഫ് എസ്. എസ് ഇൻറ്റു ജി ഓഫ് എസ് ഇൻറ്റു എച്ച് എഫ് എസ് കെ വി കണ്ടുപിടിക്കാൻ. അതേപോലെ കെ എ കണ്ടുപിടിക്കാനായിട്ട് ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എസ് ഇൻറ്റു എച്ച് എഫ് എസ്. എസ് സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എസ് ഇൻറ്റു എച്ച് എഫ് എസ്. ഇങ്ങനെ 3 എറർ കോൺസ്റ്റൻറ്റും കണ്ടുപിടിക്കാനുള്ള 3 ഇക്വേഷൻ. ഫസ്റ്റ് വൺ കെ പി, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കെ വി, തേർഡ് വൺ എന്ന് പറയുന്നത് കെ എ. ഓക്കെ, എത്ര? കെ പി പൊസിഷണൽ എറർ കോൺസ്റ്റൻറ്റ്, കെ വി എന്ന് പറയുന്നത് എന്താ വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ്, തേർഡ് വൺ കെ എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ എറർ കോൺസ്റ്റൻറ്റ്. കെ പി കണ്ടുപിടിക്കാൻ ലിമിറ്റ് എസ് ടെൻസ് ടു 0 ജി ഓഫ് എസ് ഇൻറ്റു എച്ച് എഫ് എസ്. കെ വി കണ്ടുപിടിക്കാൻ ലിമിറ്റ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഇൻറ്റു എച്ച് എഫ് എസ്. അതേപോലെ കെ എ കണ്ടുപിടിക്കാനായിട്ട് ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എസ് ഇൻറ്റു എച്ച് എഫ് എസ്. ഓക്കെ, ഇതാണ് 3 എറർ കോൺസ്റ്റൻസ്. ഓക്കെ ആണല്ലോ? യെസ്. ഓക്കെ, എത്ര? ഇതിൽ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് എടുക്കുവാണെങ്കിലും അതേപോലെ യൂണിറ്റ് റാമ്പ് ഓരോ ഫംഗ്ഷൻ എടുക്കുവാണെങ്കിലും അതനുസരിച്ച് എറർ കോൺസ്റ്റൻ്റ് വാല്യൂ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, എത്ര? ഓക്കെ.